കേറിയോ? പിടിച്ചിരുന്നോ? കണ്ണാല കഥ പേസനിയോ കൈ കോർത്ത് നടപ്പോട നാനോ വേറെന്ന വേണം നീ மட்டும் போதும் தாங்காத பாரம் நான் தாங்கும் போதும் என தாங்கும் தூணாக நீதானடி யார் வந்த போதும் யார் போன போதும் நீ மட்டும் என விட்டு நீங்காதடி எனக்குன்னு ஒரு வானம் எனக்குன்னு ஒரு மேகம் மழை பொழியுது ஆத்தாடி அதுதானே நீயும் எனக்குன்னு ஒரு வானம் எனக்குன்னு ஒரு மேகம் மழை பொழியுது ஆத்தாடி அதுதானே நீயும் ஆத்தாடி அதுதானே நீயும் ஆத்தாடி அதுதானே நீயும் கண்ணால கதை பேச நீயும் கை கோர்த்து நடப்போட நானும் ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വരൂ. എനിക്ക് മനസ്സിലായില്ല. സർ, ഇതാണ് നന്ദൻ, ഇവിടുത്തെ പുതിയ സൂപ്പർവൈസർ. ഓ, നന്ദൻ. മനസ്സിലായി. ഇരിക്കും. താങ്ക് യു സർ. പ്രിയൻ, ഇരിക്കും. നന്ദൻ ഈ കമ്പനിയെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഇവിടെയുള്ള എല്ലാവരും ഒരു ഫാമിലിയാ. സോ വെൽക്കം ടു അവർ ഫാമിലി. താങ്ക് യു സർ. നന്ദന് കൈലാഷ് സാറിനോട് എന്തോ പറയാനോടത്രേ. സാറിന്റെ മുന്നിൽ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. എന്താ നന്ദൻ, തനിക്ക് എന്നോട് പറയാനുള്ള? എന്റെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ രീതികൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ഞാൻ എല്ലായിടത്തും ഒന്ന് നടന്നു നോക്കി. ടൈലറിംഗ് സെക്ഷനിലും കട്ടിംഗ് സെക്ഷനിലും പാക്കിംഗ് സെക്ഷനിലും ഗോഡൌണിലും എല്ലാം ഒറ്റ നോട്ടത്തിലെല്ലാം പെർഫെക്റ്റ് ആണ്. താങ്ക് യു നന്ദൻ. നന്ദൻ പറഞ്ഞത് കൈലാഷ് സാർ ശ്രദ്ധിച്ചില്ലേ? ഒറ്റ നോട്ടത്തിൽ എല്ലാം പെർഫെക്റ്റ് ആണെന്നാണ് നന്ദൻ പറഞ്ഞത്. ശരിയായി നോക്കിയാൽ എല്ലാം പെർഫെക്റ്റ് അല്ല എന്നൊരു അർത്ഥം കൂടി ആ വാക്കിനില്ലേ? ശരിയാ. തുറന്നു പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. തുറന്നു പറയണം. എപ്പോഴും ഒരേ ജോലി ചെയ്യുന്ന ഒരേ സ്ഥലത്ത് പെരുമാറുന്ന ഞങ്ങൾക്ക് ഇവിടുത്തെ പോരായ്മകള് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതുപോലുള്ള വേറൊരു കമ്പനിയിൽ ജോലി ചെയ്തവർക്ക് അവിടെ ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. അല്ല, ഞാൻ ഇതിനു മുമ്പ് ജോലി ചെയ്ത ഗാർമെന്റ്സുകളും ഈ ഗാർമെന്റ്സും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നമ്മൾ ഒട്ടും അപ്ഡേറ്റഡ് അല്ല എന്നുള്ളതാണ്. അപ്ഡേറ്റഡ് അല്ലെന്ന് പറഞ്ഞാൽ കൈലാഷ് സാറിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്ക. ഞാൻ ആദ്യം കണ്ടത് എന്താണെന്ന് പറയാം. ഞാൻ എല്ലാം നടന്നു കാണുമ്പോൾ ഇവിടുത്തെ ഒരു ജോലിക്കാരി, ഞാൻ പേര് ചോദിച്ചു, പാർവതി എന്നാണ് പറഞ്ഞത്. അവർക്ക് എടുക്കാൻ കഴിയുന്നതിലും 3-4 ഇരട്ടി ഭാരം ചുമന്നുകൊണ്ട് അതുവഴി പോകുന്നത് കണ്ടു. അത്രയും ഭാരം ഒരുമിച്ച് ചുമക്കണോ അതോ കുറച്ചു കുറച്ചായി കൊണ്ടുപോയാൽ പോരെന്ന് ഞാൻ ചോദിച്ചപ്പോ ഒറ്റയടിക്ക് അതൊക്കെ ചുമന്നുകൊണ്ട് പോകണമെന്നാണത്രേ അവർക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. ഈ കാര്യം ഞാൻ കരുണാകരൻ സാറിനോട് ചോദിച്ചു. അത്രയും ഭാരം ചുമക്കാൻ അവൾക്ക് മടിയില്ല, അനാവശ്യമായി ഞാൻ അതിൽ തലയിടണ്ട എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി. കൊടുക്കുന്ന ശമ്പളത്തിനുള്ള ജോലി മാത്രമേ പാർവതിയെ കൊണ്ട് ചെയ്യിക്കുന്നുള്ളൂ എന്നും കരുണാകരൻ സാർ കൂട്ടിച്ചേർത്തു.